ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവം അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫ്രണ്ട് ആക്ച്വലി അവരുടെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്തു. അതും 2000-ന് മുന്നേ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടിയാണ്. അദ്ദേഹം 2025-ൽ വിൽക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് വിൽപ്പന എഗ്രിമെൻ്റ് ആയി. അപ്പോൾ എഗ്രിമെൻ്റ് ആയ സമയത്ത് അദ്ദേഹത്തിനുള്ള സംശയം ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ടാക്സ് ഉണ്ടോ എന്നുള്ളതാണ്. ആൻഡ് അദ്ദേഹം ഓൾറെഡി അസ്യൂം ചെയ്തത് അങ്ങനെ ഒരു ടാക്സ് ഇല്ലാതെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയ പ്രോപ്പർട്ടിയാണ്. പക്ഷെ അങ്ങനെയല്ല ടാക്സ് ലോസ്. ഏത് തരം കിട്ടിയ പ്രോപ്പർട്ടിയിൽ വാങ്ങിയതായാലും ഇൻഹെറിറ്റ് ചെയ്തായാലും അത് എത്രത്തോളം പീരീഡ് ഹോൾഡ് ചെയ്തു എന്നുള്ളതിനനുസരിച്ച് ഉള്ള ടാക്സ് അടയ്ക്കേണ്ടി വരും. അത് 2000-ന് മുന്നേ 2001-ന് മുന്നേ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി ആയാലും അതിനുശേഷം ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി ആയാലും. അപ്പോൾ 2 വർഷത്തിന് മുന്നേ ഹോൾഡ് ചെയ്തതോ അല്ലെങ്കിൽ ഹോൾഡഡ് പ്ലസ് ഇൻഹെറിറ്റ് ചെയ്ത ആ ടൈം പീരീഡ് 2 വർഷത്തിനും മുകളിലാണെങ്കിലും ഈ പറഞ്ഞ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് വരുന്നത്. അപ്പം ഇപ്പം അത് വരുന്നത് 12.5%. ആൻഡ് ഇപ്പം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. പക്ഷേ ഒരു കാവിയേറ്റ് ഉള്ളത്, 2024 സമയത്തിന് മുന്നേ വാങ്ങിയതോ ഇൻഹെറിറ്റ് ചെയ്തോ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൽ 20% വിത്ത് ഇൻഡെക്സേഷൻ സ്റ്റിൽ അവൈലബിൾ ആണ്. ഒരു എക്സെപ്ഷൻ പോലെ. ഐ മീൻ ഇതിലേതാണോ ഒരു 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷനോ 20% വിത്ത് ഇൻഡെക്സേഷനോ ഏതാണ് ബെനിഫിഷ്യൽ എന്നുള്ളതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സിനാരിയോ അസ്യൂം ചെയ്യാം. ഒരു രാഘവൻ എന്ന പേരുള്ള ഒരാൾ 1995 ഒരു സ്ഥലം മേടിക്കുന്നു. ആൻഡ് 2003-ലോ 2004-ലോ ആയിട്ട് ആ സ്ഥലം മകൾക്ക് രമയ്ക്ക് എഴുതി കൊടുക്കുന്നു. ആൻഡ് 2025 രമ ആ സ്ഥലം 50 ലക്ഷത്തിന് വിൽക്കുന്നു. 95 അച്ഛൻ രാഘവൻ ഈ സ്ഥലം മേടിച്ച സമയത്ത് അതിന് 30,000 രൂപയാണ് വില ആയത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു സിനാരിയോയിൽ ടാക്സ് കാൽക്കുലേഷൻ വർക്ക് ചെയ്യുന്നത്, എത്ര ടാക്സ് ബേർഡൻ ഉണ്ടാവാം ഈ ഞാൻ പറഞ്ഞ ഈ 2 സിനാരിയോയിലും, ഏത് സിനാരിയോ ആണ് ബെറ്റർ എന്നുള്ളത് നമുക്കൊരു ഈ സിമ്പിൾ സിനാരിയോ ഡിസ്കസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു കേസ് നമ്മൾ എടുക്കുന്ന 1995 രാഘവൻ എന്ന് പേരുള്ള ഒരാൾ 30,000 രൂപയ്ക്കൊരു ലാൻഡ് മേടിച്ചു. 2003 അവരുടെ മകൾ രമയുടെ പേരിൽ അത് എഴുതി വെച്ചു. 2025 രമ ഇത് വിൽക്കുന്നു 50 ലക്ഷത്തിന്. അപ്പോൾ രമ എത്ര എമൗണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും? ഒബിയസ്ലി ഇത് 2 വർഷത്തിൽ കൂടുതലുള്ള ഹോൾഡിംഗ് പീരീഡ് ഉള്ളത് ഉണ്ടായതുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആസ് ഓഫ് നൗ 12.5% ആണ് വരുന്നത്. അപ്പോൾ 12.5%. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് 2024-ന് മുന്നേ വാങ്ങിയ അവർ ഇൻഹെറിറ്റ് ചെയ്ത പ്രോപ്പർട്ടി ആണെങ്കിൽ 20%, പഴയ രീതിയിൽ 20% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം വിത്ത് ഇൻഡെക്സേഷൻ. അപ്പം നമ്മൾ അതെങ്ങനെയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ഒരു ബേസ് ഇയർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബേസ് ഇയർ ആയിട്ട് വരുന്നത് 2001 ആണ്. അപ്പോൾ 2001 എത്രയാണ് ഇതിൻ്റെ ഫെയർ വാല്യൂ നോക്കണം. 2001-ന് മുന്നുള്ള എല്ലാ വാല്യൂ നമുക്ക് ഇഗ്നോർ ചെയ്യാം. 2001 ഉള്ള ഫെയർ വാല്യൂ, സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുന്ന വാല്യൂ എത്രയാണ് ഈ ലാൻഡിന് നോക്കണം. അപ്പം അതൊരു 50,000 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2001 മുതലുള്ള ക്യാപിറ്റൽ ഗെയിനുള്ള ടാക്സാണ് രമ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ 2001 മുതൽ 2025 വരെ. 2025 ഇത് സെല്ല് ചെയ്തപ്പം 50 ലക്ഷമാണ് ആൾക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയും ക്യാപിറ്റൽ ഗെയിനാണ് രമ അടയ്ക്കേണ്ടി വരിക. നമുക്കിത് ഫർദർ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ടാക്സ് വരും നോക്കാം. അപ്പോൾ 2 കേസാണ് വരുന്നത്. കേസ് 1. അപ്പോൾ കേസ് 1-ൻ്റെ കേസിൽ നമ്മൾ ഇൻഡെക്സേഷൻ വെച്ചിട്ട് എത്ര കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഡെക്സേഷൻ വെച്ച് ഇൻഡെക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ വർഷത്തെ നമ്മൾ വിൽക്കുന്ന വർഷത്തെ ഇൻഡെക്സേഷൻ എത്രയാണോ ഡിവൈഡഡ് ബൈ 2001-ലുള്ള ഇൻഡെക്സേഷൻ, അത് ബേസ് ഇയർ ആണ് 100 ആണ്, മൾട്ടിപ്ലൈഡ് ബൈ എത്രയാണോ 2001-ലെ ഫെയർ വാല്യൂ അത്രയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നത്. പക്ഷേ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഈ 50 ലക്ഷം സെയിൽ വാല്യൂ ആയ 50 ലക്ഷത്തിൽ നിന്ന് ഈ ഇൻഡെക്സ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാലുള്ള ഈ 48,18,500 രൂപയാണ് ക്യാപിറ്റൽ ഗെയിൻ വരിക. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഇൻഡെക്സ്ഡ് ആയതുകൊണ്ട് 20% ടാക്സ് ഇവിടെ വരും. അപ്പോൾ ഇതിൻ്റെ 20% 9.63 ലക്ഷം ടാക്സാണ് ഈ കേസിൽ വരുന്നത്. അതേസമയം വിത്തൗട്ട് ഇൻഡെക്സേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡെക്സേഷൻ കോസ്റ്റ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. എത്രയാണോ 2001-ലെ ഫെയർ വാല്യൂ, ഇത് 2001-ലെ ഫെയർ വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ.
ഈ 2001 ഫെയർ വാല്യൂ എത്രയാണോ ആൻഡ് 50 ലക്ഷമായ സെയിൽ വാല്യൂ നിന്ന് ആ ഫെയർ വാല്യൂ കുറയ്ക്കുന്നു. അപ്പോൾ 49,50,000 അതിന് 12.5% ടാക്സ് വരും വിത്തൗട്ട് ഇൻഡെക്സേഷൻ. അത് 6.18 ലക്ഷം ആണ് വരിക. അപ്പോൾ ഈ രണ്ട് കേസിലും ഈ രണ്ട് എമൗണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഈ എമൗണ്ടാണ് ബെറ്റർ, ഡെഫിനറ്റ്ലി ബെറ്റർ. അപ്പം 6.18 ലക്ഷമാണ് ഈ കേസിൽ ടാക്സായി അടയ്ക്കേണ്ടത്. അപ്പം സെക്കൻഡ് കേസ് വിത്തൗട്ട് ഇൻഡെക്സേഷനാണ് ഇവിടെ ബെനിഫിഷ്യലായിട്ട് വരുന്നത്. താങ്ക്സ്.